കേരളം ആര് ഭരിക്കുമോ അവരോടൊപ്പമാണ് എപ്പോഴും തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും നിൽക്കുക എന്നുള്ളത് ഒരു പറച്ചിലുണ്ട്. പക്ഷേ ആ പറച്ചിൽ കൃത്യവുമാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും LDF തന്നെയാണ് മേൽക്കൈ എന്നുള്ളതാണ്. ഇതുപോലെ മറ്റൊരു ചൊല്ലുള്ളത്, കേരളത്തിൽ എത്ര LDF തരംഗം ഉണ്ടായാൽ പോലും അവിടെ ഈ UDFൻ്റെ ഒരു പച്ച തുരുത്തെന്ന് പറയുന്നത് അപ്പോഴും ആടി ഉലയാതെ നിൽക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. എറണാകുളത്ത് പൊതുവെ ഒരു താരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. എന്തുകൊണ്ടും UDFനെ ആശ്വസിക്കാൻ വകയുള്ളതാണ്. UDFൻ്റെ ഒരു മൊത്തം കരുത്തെന്ന് പറയുന്നത് തന്നെ എറണാകുളവും പിന്നെ മലപ്പുറവുമാണ്. ലീഗ് അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കൊണ്ടുവരും. അപ്പോൾ അംഗസംഖ്യ അവരുടെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ ഉണ്ടാകും. പക്ഷെ അവരുടെ മേൽക്കൈ വളരെ കൂടുമെന്നേ ഉള്ളൂ. ഇത്തവണ അവർ കൂടുതൽ സീറ്റ് ചോദിക്കുമെന്നും പറയുന്നുണ്ട്. കോൺഗ്രസുമായിട്ട് ചില സീറ്റുകൾ വെച്ചു മാറുമെന്നും പറയുന്നുണ്ട്. ഈ എറണാകുളത്തെ കാര്യം നമ്മളൊന്ന് വിശദീകരിച്ചാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വെച്ചുകൊണ്ട് നോക്കുക. അവിടെ ഈ 14 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ 5 മാത്രമാണ് LDFൻ്റെ കൈവശമുള്ളത്. അതായത് കളമശ്ശേരിയിൽ P രാജീവ്, വൈപ്പിനിൽ KN ഉണ്ണികൃഷ്ണൻ. വൈപ്പിൻ എപ്പോഴും LDFൻ്റെ ഒരു കോട്ട തന്നെയാണ്, CPMൻ്റെ. കൊച്ചി KJ മാക്സി, കുന്നത്തുനാട് PV ശ്രീനിജൻ, കോതമംഗലം ആന്റണി ജോൺ. ഇത്രയുമാണ് LDFൻ്റെ കൈവശമുള്ളത്. ബാക്കി 9 നിയമസഭാ മണ്ഡലങ്ങൾ UDFൻ്റെ കൈവശമാണ്. പെരുമ്പാവൂര്, അങ്കമാലി, ആലുവ, പറവൂർ, തൃപ്പൂണിത്തുറ, എറണാകുളം, തൃക്കാക്കര, പിറവം, മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളാണ് UDFൻ്റെ കൈവശമുള്ളത്. ഈ LDFൻ്റെ കൈവശമുള്ളത് ഇവർക്ക് വൈപ്പിനിൽ പോലും CPMൻ്റെ കോട്ടയായിട്ടും അന്ന് 2021 8201 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ഉള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കണം. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുമ്പോൾ ഇത് വൈപ്പിൻ പോലും LDFൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ കുന്നത്തുനാട് നിന്ന് PV ശ്രീനിധൻ ജയിച്ചിരിക്കുന്നത് 2715 വോട്ടാണ്. ഈ കുന്നത്തുനാടും നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കിക്കഴിഞ്ഞാൽ UDFന് അത് തിരിച്ചു പിടിക്കാം. അവിടെയും LDFന് തകർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ കോതമംഗലത്ത് ആന്റണി ജോണാണ്. ആന്റണി ജോന് 6605 വോട്ടിന് മാത്രമാണ് വിജയിച്ചത്. അത് ഇപ്പോൾ കോതമംഗലത്ത് UDFിലെ ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശമാണ് ഈ സീറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഏറ്റുമാനൂർ, കടുത്തുരുത്തി, തൃക്കരിപ്പൂർ, ചങ്ങനാശ്ശേരി, തൊടുപുഴ, ഇടുക്കി, കോതമംഗലം, കുട്ടനാട്, തിരുവല്ല എന്നീ മണ്ഡലങ്ങളാണ്. ഇതിൽ കോതമംഗലവും തൃക്കരിപ്പൂരും കുട്ടനാടും ഏറ്റുമാനൂരും കോൺഗ്രസ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. കാരണം ഒരിക്കലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ജയസാധ്യതയില്ലാത്ത, വേരോട്ടമില്ലാത്ത ഈ പ്രദേശങ്ങളാണ്. അപ്പൊ അതൊക്കെ വളരെ കണക്കുകൂട്ടലോടുകൂടിയാണ് UDF മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോതമംഗലത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDFന് വിജയിച്ചു വരാം. ഈ 6600 വോട്ടെന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഭരണവിരുദ്ധ വികാരം കൂടി നിൽക്കുന്നത് കൊണ്ട് നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കി നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. പിന്നെ CPMൻ്റെ ഈ എറണാകുളം ജില്ലയിൽ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും അവർ മുതിരുന്നില്ല. കാരണം അത് UDFൻ്റെ ഒരു താരത്തിളക്കമുള്ള ജില്ലയാണ് എറണാകുളം. ഇപ്പൊ പറവൂര്. പക്ഷെ LDFന് കളമശ്ശേരിയിൽ P രാജീവ് മാത്രമാണ് ഒരു സാമാന്യം മികച്ച വിജയം നേടിയിട്ടുള്ളത്. പക്ഷേ ഈ P രാജീവന്റെ ഈ സൈദ്ധാന്തിക വിചാരത്തിലൂടെ മിക്കവാറും അടുത്ത തവണ അത് രാജീവന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കില്ല,
വലിയ സൈദ്ധാന്തികനാണ്. CPM-നകത്ത് ഇങ്ങനെ കുറച്ചു പേരുണ്ടല്ലോ, പിന്നെ പി രാജീവ്, MA ബേബി, പിന്നെ ഇങ്ങനെ കുറച്ചു പേരുണ്ട്. ഈ സൈദ്ധാന്തികന്മാർ തന്നെ പാർട്ടിക്ക് പലതരത്തിലുള്ള ദോഷവും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പിന്നെ തൃപ്പൂണിത്തറയില് കാര്യം മാറുമെന്നുള്ളതാണ്. തൃപ്പൂണിത്തറ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ BJPക്ക് ഒരിടം കിട്ടിയിരിക്കുന്ന തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലാണ്. ഭരണം പിടിച്ചത് അവരുടെ ഒരു കരുത്താണ്. അതുകൊണ്ട് തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. തൃപ്പൂണിത്തറയിൽ സ്വരാജിനെ കെ ബാബു കഴിഞ്ഞ തവണ പരാജയപ്പെടുത്തിയത് 992 വോട്ടുകൾക്കാണ്. അത് കെ ബാബു ആയതുകൊണ്ടാണ്. 2016 സ്വരാജ് ബാബുവിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കെ ബാബു അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ്. ആ മണ്ഡലം മുഴുവൻ 5 വർഷം അവിടെ തന്നെ കാത്തിരുന്നിട്ട് ഇറങ്ങി പ്രവർത്തിച്ചത് കൊണ്ടാണ് നിസ്സാര വോട്ടുകൾക്കാണെങ്കിലും വിജയിച്ചത്. പക്ഷെ അടുത്ത തവണ അദ്ദേഹം മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുക. കാരണം അനാരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ UDF-ലെ ഈഴവ പ്രാതിനിധ്യവും കുറയുന്നുണ്ടെന്നുള്ളതാണ്. അവിടെ BJP പിന്നെ പിടിച്ചെടുക്കാൻ പോകുന്ന സീറ്റുകളിൽ ഒന്നാണെന്നാണ് പൊതുവെയുള്ള ഒരു റിപ്പോർട്ട്. അപ്പോൾ UDF-നും അവിടെ ഒരു ചെറിയ നഷ്ടം സംഭവിക്കുന്നു എന്നുള്ളതാണ്. UDF-ന്റെ കൈവശമുള്ളതാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ MLA-മാരായ 5 പേരെയും കളത്തിലിറക്കാൻ CPM ജില്ലാ നേതൃത്വം ഏതാണ്ട് ധാരണയിലായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം പി രാജീവും അതുപോലെ തന്നെ മാക്സിയും ശ്രീനിജനും ആന്റണി ജോണും അവിടെ തുടരും എന്നാണ് അറിയുന്നത്. പക്ഷേ അത് കാരണം അവര് മറ്റൊരു പരീക്ഷണത്തിന് തയ്യാറാകുന്നില്ല. കാരണം UDF-ന്റെ ഒരു കോട്ടയാണ് എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരു പരീക്ഷണത്തിന് മുതിരാത്തത്. ഈ പറഞ്ഞതുപോലെ കോതമംഗലം ജോസഫ് ഗ്രൂപ്പിൽ നിന്നെടുത്ത് കോൺഗ്രസ് ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അങ്ങോട്ടേക്ക് ഇറക്കിക്കഴിഞ്ഞാൽ അത് ഇവർക്ക് തിരിച്ചു പിടിക്കാവുന്ന കാര്യമാണ്. പക്ഷെ തൃപ്പൂണിത്തറ എന്തായാലും UDF-നും LDF-നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതും ഉറപ്പായ കാര്യവുമാണ്. കൊച്ചിയില് ഇവർക്ക് നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കി തന്നെ പൊരുതിയെങ്കിലേ മാക്സിയെ പരാജയപ്പെടുത്താൻ കഴിയൂ. 14,079 വോട്ടിനാണ് മാക്സി 2021 വിജയിച്ചത്. ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്. അതിൽ എത്രത്തോളം വോട്ട് നഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പറവൂരിൽ എന്തായാലും VD സതീശന് വലിയ വെല്ലുവിളികളൊന്നും തന്നെ നേരിടുന്നില്ല. അവിടെ CPI ആണ്. അതുപോലെ തന്നെ പിറവത്തും UDF-ന് പ്രശ്നമില്ല. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം അനൂപ് ജേക്കബാണ് മുൻ മന്ത്രി. അന്ന് 25,364 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അതുപോലെ എറണാകുളത്ത് TJ വിനോദ് 10,970 വോട്ടിനും വിജയിച്ചതാണ്. പെരുമ്പാവൂരാണ് കോൺഗ്രസ് സൂക്ഷിക്കേണ്ടതായ കാര്യം. പെരുമ്പാവൂരിലെ അവർക്ക് എൽദോസ് കുന്നപ്പള്ളിയാണ് 2,899 വോട്ടിനാണ് മാത്രമാണ് വിജയിച്ചത്. പക്ഷെ എൽദോസ് കുന്നപ്പള്ളിയെ പറ്റി മോശമായ അഭിപ്രായവും ഒക്കെ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പാർട്ടി സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയുമില്ല. ജോസഫ് ഗ്രൂപ്പിനോട് കോൺഗ്രസ് പറയുന്നത് കോതമംഗലത്തിന് പകരം പെരുമ്പാവൂർ തരാം എന്നാണ്. കാരണം എങ്ങനെയെങ്കിലും എൽദോസിനെ ഒഴിവാക്കണം കോൺഗ്രസിന്. അതിനുവേണ്ടി പിന്നെ കോതമംഗലത്തിന് പകരം പെരുമ്പാവൂർ കൊടുക്കുക. അപ്പൊ LDF പിന്നെ മാണി വിഭാഗത്തിനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മാണി വിഭാഗം മത്സരിക്കുന്നത് പിന്നെ പെരുമ്പാവൂരിലാണ്. ഇനിയിപ്പോൾ പിന്നെ മാണി വിഭാഗം ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ചിത്രമൊക്കെ മാറുമെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇനിയും മാറി മറിഞ്ഞ് വരാൻ സമയമുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള സീറ്റ് വിഭജനവും കാര്യങ്ങളിലും ഒക്കെ ചില മാറ്റങ്ങളും സംഭവിക്കാം. എന്തായാലും എറണാകുളം അങ്ങനെ വിചാരിക്കുന്നത് പോലെ LDF-ന് തൊട്ട് കളിക്കാൻ പറ്റത്തില്ല. UDF-ന് പ്രതീക്ഷയുള്ള ഇടം തന്നെയാണ്. ഭരണത്തിന് പിൻബലമേകാൻ പോകുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.